വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ തീൻ ദോസ്ത് എന്ന ഹിന്ദി ലെസനാണ്. നമുക്ക് ഈ പാഠം ഒന്ന് പഠിക്കാം. മിൽക്കർ പഠിയേ, ഒന്നിച്ച് വായിച്ച് പഠിക്കാമെന്ന. അപ്പം നമുക്ക് അങ്ങോട്ട് ഒന്നിച്ച് വായിച്ച് പഠിക്കാമേ. കേട്ടോ. തീൻ ദോസ്ത്, 3 സുഹൃത്തുക്കൾ, 3 സ്നേഹിതന്മാർ എന്നാ. 3 സ്നേഹിതന്മാരെന്നോ 3 മിത്രങ്ങളെന്നോ ഒക്കെ പറയാം. ബാത് പുരാനി ഹേ, ഈ വാക്ക് ഇച്ചിരി പഴയതാണ്. ബാത്ത് പുരാനി ഹേ, വാക്ക് കുറച്ച് പഴയതാണ്. ഈ പറച്ചിൽ കുറച്ച് പഴയതാണ്. ബാത് പുരാനി ഹേ തബ് ബസ് തീൻ ഹീ രംഗ് തെ. അപ്പോഴേ തബ് മീൻസ് അപ്പോൾ. ബസ് തീൻ ഹീ രംഗ്, 3 നിറേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട്, വളരെ പണ്ടേ, അന്ന് 3 നിറേ ഉണ്ടായിരുന്നുള്ളതെന്നാണ് പറയുന്നത്. തബ് ബാത്ത് തീൻ ഹീ രംഗ് തെ, തീൻ ഹീ രംഗ് തെ, 3 നിറമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. ലാൽ, പീല ഔർ നീല. ഇതൊക്കെയാണ്. ലാൽ ചുവപ്പ്, പീല മഞ്ഞ, ഔർ നീല നീല നിറം. കണ്ടില്ലേ പടത്തിൽ കൊടുത്തിരിക്കുന്നത്? 3 പേരിങ്ങനെ നിൽക്കുന്നുണ്ട്, 3 പാവകളെ. ആദ്യത്തെ ചുവപ്പ് നിറം, പിന്നീടുള്ളത് മഞ്ഞ നിറം, പിന്നത്തെ ആൾക്ക് നീല നിറമാണ്. അപ്പം ഈ 3 നിറം ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ലാൽ, പീല ഔർ നീല. ലാൽ മീൻസ് ചുവപ്പ്, പീല മീൻസ് മഞ്ഞ, നീല മീൻസ് നീല നിറം. ലാൽ രഹത്താ താ ഹർ ലസീസ് വസ്തുമേ. ചുവപ്പ് ഇരിക്കുന്ന എവിടെയാണ്? ചുവപ്പ് വസിക്കുന്നത് എവിടെയാണ്? രഹത്താ താ, ചുവപ്പ് വസിച്ചിരുന്നത് ഹർ ലസീസ് വസ്തുമേ, എല്ലാ സ്വാദിഷ്ടമായ വസ്തുക്കളിലുമാണ്. ലാൽ രഹത്താ താ ഹർ ലസീസ് വസ്തുമേ, ചുവപ്പ് വസിച്ചിരുന്നു എല്ലാ സ്വാദിഷ്ടമായ വസ്തുക്കളിലും. ഏതൊക്കെ സ്വാദിഷ്ടമായ വസ്തുക്കൾ നോക്കാം. ജൈസെ ടൊമാറ്റോ, തക്കാളി, സേബ് ആപ്പിൾ, ചെറി ചെറിപ്പഴങ്ങളെ, ഔർ അൽബുഖാരെ മീൻസ് പ്ലംസ്. അപ്പോൾ തക്കാളിയിലും ആപ്പിളിലും ചെറിയിലും പ്ലംസിലുമൊക്കെയാണ് ചുവപ്പ് നിറം വസിച്ചിരുന്നത്. കേട്ടോ. പീലെ നേ ബനായ ഥാ സൂരജ് കി ചമത്കാർ. സൂര്യൻ്റെ ഭംഗി, സൂര്യൻ്റെ ശോഭ അതുണ്ടാക്കിയിരുന്നത് മഞ്ഞയാണ്. പീലെ നേ ബനായ ഥാ, മഞ്ഞയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നതാണ്? സൂരജ് കി ചമത്കാർ, സൂര്യൻ്റെ ശോഭ, അതിൻ്റെ ഷൈനിങ് കളർ, അത് ആ തിളക്കം ഉണ്ടാക്കിയിരുന്നത് മഞ്ഞ. ജോ മുസ്കുരാ കർ ദേഖ്താ ഥാ, സൂര്യൻ നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നിരുന്നു. റോഷ്നി ലഗാതാർ, തുടർച്ചയായ വെളിച്ചം. ജോ മുസ്കുരാ കർ ദേത്താ ഥാ റോഷ്നി ലഗാതാർ, സൂര്യൻ നമുക്ക് ചിരിച്ചുകൊണ്ട് തുടർച്ചയായ വെളിച്ചം നൽകിയിരുന്നു. അല്ലേ? ഇപ്പോഴും തുടർച്ചയായ വെളിച്ചം സൂര്യൻ നൽകും നമുക്ക്, ഇല്ലേ? ലഗാതാർ മീൻസ് കണ്ടിന്യൂസ്, തുടർച്ചയായ. റോഷ്നി മീൻസ് വെളിച്ചം. മുസ്കുരാന എന്ന് പറഞ്ഞാൽ എന്നാ? ചിരിക്കുക എന്നാ. ജോ മുസ്കുരാക്കർ, അവൻ ചിരിച്ചുകൊണ്ട് നമുക്ക് നൽകിയിരുന്നു. റോഷ്നി ലഗാതാർ, തുടർച്ചയായ വെളിച്ചം, അല്ലേ? ആസ്മാൻ ഭീ നീലാ ഥാ, ആകാശം നീല നിറത്തിലുള്ളതായിരുന്നു, ഇല്ലേ? ആസ്മാൻ ഭീ നീലാ ഥാ ഔർ സമുദ്ര ഭീ, ആകാശവും സമുദ്രവും ഒക്കെ നീല നിറത്തിലുള്ളതാണ്. പേടോം സേ ടപക്തി ബാരിഷ് ഭീ നീലി ഹീ ഥീ, മഴയ്ക്ക് ശേഷം മരത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളമില്ലേ, തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത്, അതിനും നീല നിറമാണ്. പേടോം സേ ടപക്തി ബാരിഷ് ഭീ നീലി ഹീ ഥീ, മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾ, മഴയ്ക്ക് ശേഷം മരത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾക്ക് നീല നിറമാണ്. ടപക്തി, പേടോം സേ ടപക്തി, മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന തുള്ളികൾ, അങ്ങനെ ഉണ്ടാകുന്ന ബാരിഷ്, അങ്ങനെ ഉണ്ടാകുന്ന മഴയ്ക്കും നീല നിറമാണ്. തീനും പക്കേ ദോസ്ത് തെ, 3 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു.
ഏക് ദിൻ ഒരു ദിവസം ഉൻഹോനെ കഹ അവർ പറഞ്ഞു ഹമേം ഔർ ദോസ്ത് ജാഹിയെ നമുക്ക് ഇനിയും സുഹൃത്തുക്കൾ വേണം. ചലേ നയേ ദോസ്ത് ബനായേ പോയി നമുക്ക് നല്ല സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടുവരാമല്ലേ അവരെ ഉണ്ടായിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവർ പോയി. വേ നികൽപ്പടേ അവർ പ്രൊസീഡ് ചെയ്തു. അവർ പുറപ്പെട്ടു. നികൽപ്പടേ മീൻസ് അവർ പുറപ്പെട്ടു. ദോസ്തോങ്കി തലാഷ്മെ എന്തിനാ പോയത്? ദോസ്തോങ്കി തലാഷ്മെ ആൾക്കാരെയൊക്കെ അന്വേഷിക്കാൻ പോയി, കൂട്ടുകാരെ അന്വേഷിക്കാൻ പോയി. ഏക് ദിൻ ഉൻഹോനെ കഹ ഒരു ദിവസം അവർ പറഞ്ഞു ഹമേം നമുക്ക് ഔർ ദോസ്ത് ജാഹിയെ നമുക്ക് വേറെയും കൂട്ടുകാർ വേണം. ചലേ പോകാം. നയേ ദോസ്ത് ബനായേ പുതിയ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വേ നികൽപ്പടേ അവർ പുറപ്പെട്ടു. ദോസ്തോങ്കി തലാഷ്മേ ആൾക്കാരെ തേടാനായിട്ട്, കൂട്ടുകാരെ തേടാൻ. തലാഷ് മീൻസ് തേടലാണ്. അവർ ദേഖോ ക്യാ ഹുവ എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നോക്കിയേ. ലാൽ ഔർ നീലാ സാത്ത് ജലേ ചുവപ്പും മഞ്ഞയും കൂടി അങ്ങ് ഒന്നിച്ചങ്ങ് പോയി. തോ ഏക നയാ ദോസ്തുമില്ല അവർക്ക് രണ്ടുപേർ കൂടി വേറൊരു കൂട്ടുകാരനെ കിട്ടി. നാരങ്ങി ഓറഞ്ച് നിറം അല്ലേ, ചുവപ്പും മഞ്ഞയും നടന്നു. ലാൽ അവർ പീലാ സാത്ത് ചലേ അവരൊന്നിച്ചു പോയി. തോയൊക്കെ നയാ ദോസ്തമില്ല അവർ ചെന്നപ്പോൾ അവർക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടി. അതിൻ്റെ നിറം എന്താണെന്നറിയോ? നാരങ്ങി മീൻസ് ഓറഞ്ച് നിറത്തിലുള്ള ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി. പീലെ അവർ നീലേ നേഹാത്തമില്ലായ പീല മഞ്ഞ നിറവും നീല നിറവും കൈപിടിച്ചു അല്ലേ, അവർ ഹാത്തമില്ലായ. തോ ഏക് നയാ ദോസ്തമില്ല നീലയും മഞ്ഞയും കൂടെ കൂടിച്ചേർന്ന് അവർ ഹാത്തമില്ലായ അവർ പരസ്പരം കൈ കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടി. ഹര പച്ച നിറം. അപ്പോൾ ഓർത്തോണം, നീലയും മഞ്ഞയുടെ ചേർന്ന് കഴിഞ്ഞാൽ പച്ച നിറം ഉണ്ടാവും ഇല്ലേ. അപ്പം ഹര പച്ച നിറം ഉണ്ടായി. പിന്നെയോ ലാൽ ഔർ നീലയൊക്കെ പാസാത്തെ ഹി ലാലും നീലയും കൂടി വന്നു, ചുവപ്പ് നീലയും കൂടെ വന്നു. ലാൽ ഔർ നീലേക്ക് പാസാത്തെ ഹി അവരുടെ അടുത്ത് വന്നപ്പോൾ ഏക നയാ ദോസ്തമില്ല അവർക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടി. ബൈങ്കനി മീൻസ് പർപ്പിൾ കളർ. അത് ഏതൊക്കെ നിറം ചേർന്നിട്ടാ? ചുവപ്പും നീലയും ചേർന്നപ്പോഴേ ബൈങ്കനി കളർ കിട്ടി. ആ ഒറിസ്തരഹ് ഉൻഹോനെ ദുനിയാക്കോ ബനാദിയ അങ്ങനെ അവർ ലോകത്തിലെ ദുനിയാക്കോ ബനാദിയ ലോകത്തിന് ദോസ്താന രംഗീല നല്ല ഫ്രണ്ട്ലി ആൻഡ് കളർഫുൾ ആയിരിക്കുന്ന ലോകം ഉണ്ടാക്കിയെടുത്തു. അവർ ഈസ് തരഹ് ഇങ്ങനെ ഈ രീതിയിൽ ഉൻഹോനെ ദുനിയാക്കോ ബന അവർ ലോകത്തെ ഇങ്ങനെ ആക്കി തീർത്തു. എങ്ങനെയാ? ബനാദിയ ദോസ്താന അവർ രംഗീൻ വളരെ ഫ്രണ്ട്ലിയും വളരെ കളർഫുള്ളും ആക്കി തീർത്തു ഈ പറയുന്ന നിറങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട്. അപ്പോൾ ഇതേതാരാ? ഇന്ദു ഹരികുമാറാണ് ഇത് എഴുതിയത് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ നിറങ്ങൾ തമ്മിൽ ചേർന്നാലാണ് അടുത്ത വേറൊരു നിറം കിട്ടുന്നതെന്ന്? നമുക്കൊന്നുകൂടെ നോക്കാവേ. ചുവപ്പും മഞ്ഞയും കൂടി ചേർന്നാൽ ഓറഞ്ച് നിറം കിട്ടും. ലാൽ പ്ലസ് പീല ചുവപ്പും മഞ്ഞയും ചേർന്നാൽ ഓറഞ്ച് നിറം കിട്ടും. ഓറഞ്ച് നിറത്തിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? നാരങ്ങി. മഞ്ഞയും നീലയും നിറം കൂടി ചേർന്നാൽ പച്ച നിറം കിട്ടും. മഞ്ഞയും നീലയും പീല ആയും നീല നിറവും കൂടെ കൂടിച്ചേർന്നാൽ ഹര പച്ച നിറം കിട്ടും. ചുവപ്പ് നീലയും കൂടി ചേർന്നാലോ? ചുവപ്പ് നീലയും കളർ കൂടി ചേർന്നാൽ ബൈഗനി കിട്ടും, പർപ്പിൾ കളർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ അത് ഓർത്തിരിക്കണേ. ചുവപ്പും നീലയും കൂടി ചേർന്നാൽ ബൈഗനി എന്ന് പറയുന്ന നിറമാണ് ലഭിക്കുക. അതിൻ്റെ പേര് പർപ്പിൾ എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴെടുത്ത ഈ പാഠമേ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.